ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലിയേക്കര ടോളിലാണ്. അവിടെ നിന്നൊരു തട്ടുകടന്ന് നമ്മൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വാഗമൺ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ രാത്രി 11 മണിക്ക് ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 2-2:30 മണിയായപ്പോൾ ഞങ്ങൾ ഏകദേശം പാലിയേക്കര ടോള് കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളം അങ്കമാലി ഹൈവേയിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വാഗമൺ, ഇല്ലിക്കൽ കല്ല്, തങ്ങൾപ്പാറ, അങ്ങനെ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ, വാഗമണിൻ്റെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് പോലെ ചെയ്ത് പോരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ 10-11 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. ഏകദേശം ടൈം 3 മണിയോട് അടുത്തുള്ള ടൈമാണ്. ഞങ്ങൾ ഹൈവേയിലൂടെ യാത്രയിലാണ്. അങ്ങനെ നമ്മൾ രാവിലെ 6-6:30 ടൈമോടുകൂടി നമ്മൾ വാഗമണിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്, ഒരു 30 കിലോമീറ്റർ ബാക്കിൽ. അപ്പോൾ അവിടെ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ കാണാൻ വേണ്ടി പോവുകയാണ്. പല റീൽസിലും കണ്ടിട്ടുണ്ട്, ബാക്ക് സൈഡ് ഭയങ്കര വ്യൂ ആണ്. ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ് നമ്മളുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിലെങ്ങനെയൊക്കെ നമുക്ക് ഒരു മലൻ്റെ മുകളിലൊക്കെ ഏറ്റവും എൻഡിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടുന്ന് ഇപ്പോൾ നമ്മൾ ആ വ്യൂ പോയിൻറ്റിനോട് അടുത്ത് എത്തിയ സ്ഥലത്തായിട്ടുള്ളത്. കറക്റ്റ് നമ്മൾ ആ ടൈമിൽ നമ്മളടുത്തുമ്പോൾ കറക്റ്റ് സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരുന്ന ടൈമാണ്. ആ മേഘങ്ങളും ആകാശമൊക്കെ കാണാൻ നല്ല അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കണ്ടത്. 2-3 വളവുകളൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് കയറി വേണം അവിടെ എത്താൻ. എൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന രംഗമൊക്കെ എന്ന് വെച്ചാൽ അടിപൊളി, അത്രയും അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട് അവിടെ നിന്ന്. നമുക്ക് രാവിലെ തന്നെ ചെന്നാൽ കാണാൻ പറ്റുന്നത്.
ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി നമ്മൾ പിന്നെ പോണത് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടൊരു വാട്ടർഫാൾസ് ഉണ്ട്, കാട്ടിക്കായം എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് കാട്ടിക്കായം വാട്ടർഫാൾസിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ ഇവിടെ ഓപ്പൺ ആയിട്ടൊന്നുമില്ല. പാർക്കിംഗ് നമുക്ക് തുറന്ന് കയറിയതാണ്, ഞങ്ങൾ ഉള്ളിലേക്ക് വണ്ടി പാർക്ക് ചെയ്തു. ഇങ്ങോട്ട് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു വഴിയാണിത്. പക്ഷേ വെള്ളം പറ്റ കുറവാണെന്നാണ് തോന്നുന്നത്. വെള്ളം കൂടുതലില്ല. കാലാവസ്ഥ അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് തീരെ ഇല്ല ഇപ്പോൾ. ഏതായാലും നമുക്ക് വാട്ടർഫാൾസിലെത്തി നമുക്ക് കുറച്ച് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അവിടെ നിന്ന് കയറിപ്പോരാം. ഒന്ന് വാഷ് ചെയ്യാനും ബ്രഷ് ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക്. അതിനുവേണ്ടിയുള്ള പോക്കിലാണ് ഞങ്ങൾ. ഇവിടെ വന്നപ്പം വാട്ടർഫാൾസിൻ്റെ എല്ലാ ഏരിയയും നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന വിധത്തിലുള്ള, തീരെ വെള്ളമല്ല, ചെറിയ രീതിയിലുള്ള ഒഴുക്കേ ഉള്ളൂ. അപ്പോൾ റീൽസിലൊക്കെ നല്ല വെള്ളച്ചാട്ടം പോലെ കണ്ടിരുന്ന സ്ഥലമാണ് കേട്ടത്. പക്ഷേ അതിൻ്റെ അടുത്തുള്ള വ്യൂ ഭയങ്കര അപാര വ്യൂ കേട്ടോ. വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഏകദേശം മഴയൊക്കെ മാറിയ ടൈമാണല്ലോ. എൻ്റെ വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലം മാത്രമേ ഉള്ളൂ, വെള്ളച്ചാട്ടമല്ല. ഏതായാലും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവിടെ ഉണ്ട്, ചെറിയൊരു ഒഴുക്കുള്ള വെള്ളം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പല്ല് തേപ്പും കുളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് നിർവഹിച്ച് ഞങ്ങൾ അവിടുന്ന് ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ട് കാണാൻ വേണ്ടിയുള്ള പോക്കിലിട്ടാണ്. ഇല്ലിക്കല്ലിൻ്റെ മെയിൻ വ്യൂ അതാണ്. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു കമ്പിയൊക്കെ ഇട്ടിട്ടുള്ളൊരു നടപ്പാതയ്ക്കുള്ളൊരു വഴി ഉണ്ടല്ലോ, ഇവിടേക്കുള്ള പോക്കിലാണ്. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ, യൂസ് ചെയ്യേണ്ടവർക്ക് ബാത്റൂം യൂസ് ചെയ്യാനുള്ള ബാത്റൂമുണ്ട്. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മേലോട്ട് പോകാൻ. ജസ്റ്റ് പിന്നെ ജീപ്പ് വേണ്ടാത്തവർക്ക് ചെറിയ എന്തൊരു പൈസ ഉള്ളൂ. ജീപ്പിനാണെങ്കിൽ നമുക്ക് അതിൻ്റെ എൻട്രൻസ് ഫീയും കൂടെ കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. നമുക്ക് ഇത്ര റേറ്റൊക്കെ നമ്മൾ നോക്കാം. ഇതാണ് കേട്ടോ അവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത്. 20 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ, 39 രൂപ ജീപ്പിനും. അങ്ങനെ ടോട്ടൽ 59 രൂപ. 5 വയസ്സിന് മേലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ജീപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജീപ്പ് വന്നാൽ നമുക്ക് അതിൽ കയറി മുകളിലോട്ട് പോകാം. അങ്ങനെ ജീപ്പ് വന്നു, ഞങ്ങൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് പോകുന്നൊരു വ്യൂ ഒക്കെ അപാര വ്യൂ കേട്ടോ. പക്ഷേ നമ്മൾ വന്ന ടൈം ഏകദേശം ഒരു 9-9:30 ടൈമായി. പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ. എപ്പോഴും കാലാവസ്ഥ നല്ല വെയിലുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ഇപ്പം. ഏതായാലും ആ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളാണ്. ഒരു ഹിൽ സ്റ്റേഷനിലെ ടോപ്പിലേക്ക് നമ്മൾ കയറി പോകുന്നത്. നടന്ന് പോകുന്നവരുണ്ട് കേട്ടോ. നടന്ന് പോകുകയെന്ന് പറഞ്ഞാലൊക്കെ റിസ്ക്കാണ്. മാക്സിമം വണ്ടി തന്നെ എടുത്തോളാണ്ട്. അവിടെ പോയാൽ ജീപ്പ് തന്നെ പോയിക്കൊള്ളാണ്ട്, അത്രയും കയറി പോകാനുണ്ട്. അപ്പം 40 രൂപയുള്ള ഒരാൾക്ക് ജീപ്പിന്. അത് നമ്മൾ അധികം ആകുകയൊന്നുമില്ല. തിരിച്ചിങ്ങോട്ടും വരിക എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെ ആയിരിക്കും. ഇമാതിരി വെയിലത്തൊക്കെ അങ്ങോട്ട് നടന്നു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു സാഹസിക തന്നെ ആയിരിക്കും. അപ്പം മാക്സിമം ജീപ്പിൽ തന്നെ പോകാൻ ശ്രമിച്ചോളുക. ചില വ്യൂ നമ്മൾ കറക്റ്റായിട്ട് കാണാനും കഴിയും. അവിടെ എത്തുമ്പോൾ നമ്മൾ മറ്റു ക്ഷീണിച്ചു പോകും. പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും കയറാറുണ്ട്. ജീപ്പ് നിർത്തുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും നമ്മൾ കയറി പോകണം ഇല്ലിക്കൽ കല്ലിൻ്റെ ആ വ്യൂ കാണണമെങ്കിൽ. അപ്പോൾ നമ്മൾ കുഴങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ജീപ്പിലെ എൻട്രൻസിനെ നമ്മൾ എടുക്കുക. ഒരാൾക്ക് 59-60 രൂപ വരും.
അങ്ങനെ നമ്മൾ ജീപ്പ് സൈഡാക്കി നമ്മൾ അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി. അവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് ചായയും കാര്യങ്ങളും, സോഡ, നാരങ്ങ വെള്ളം, അങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അവിടുന്ന് കുറച്ച് നടന്ന് കയറിയിട്ട് വേണം നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ അങ്ങോട്ട് എത്തിപ്പെട്ടാൽ ഒരു ലോകത്തിൻ്റെ മുകളിൽ ഏറ്റവും അതിമനോഹരമായ കാഴ്ച കേട്ടോ. ഇവിടെ ഫുള്ളൊരു കുന്നുകളാട്ടോ, ഫുള്ള് മുട്ടക്കുന്ന് പോലുള്ള കുന്നുകളിൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ ഹൈ ടോപ്പിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ, കുട്ടികളുള്ളതുകൊണ്ട്. പിന്നെ നല്ല വെയിലും ആയതുകൊണ്ട് തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾ ഏറ്റവും ഹൈ ടോപ്പിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഈ ഇൻ്റർലോക്ക് ഇട്ട ഭാഗത്താണ് മെയിനായിട്ട് ഞങ്ങൾ നിന്നിട്ടുള്ളത്. ഇവിടെ തന്നെ ആ വ്യൂ മൊത്തം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ മുകളിലോട്ട് കയറണമല്ലോ കയറാം, പ്രശ്നമൊന്നുമില്ല. ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വാഗമൺ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇലവിയ പൂഞ്ചിറ പോകണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുപോലെ തന്നെയുള്ള സ്ഥലമാണ് ഏകദേശം ഇലവിയ പൂഞ്ചിറയും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വെയിലും ആയതുകൊണ്ട് ഞങ്ങൾ നേരെ വാഗമൺ പിടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ വാഗമണിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ ഇറങ്ങി ചെന്നിട്ട് വലത്തോട്ടാണ് വാഗമൺ പോകുന്നത്. ഒരു ചുരം ഇറങ്ങിയുള്ള ഒരു യാത്രയാണ് വാഗമൺ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വാഗമണിലേക്ക് അങ്ങോട്ട് പോകാനുള്ള. വലത്തോട്ട് തിരിഞ്ഞാൽ വാഗമണാണ്. ഇലവിയ പൂഞ്ചിറ പോകുന്നവർക്ക് ഇടത്തോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങി താഴോട്ട് പോവുകയാണ്. വാഗമൺ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് പോണ പോക്കിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ കയറണം. വാഗമണിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ള ചില കുറേ മൊട്ടക്കുന്നുകളും അങ്ങനത്തെ വ്യൂ പോയിൻ്റ് ഹിൽ സ്റ്റേഷനിലാണ് മെയിനായിട്ട്. ഹിൽ വ്യൂ ആണ് കൂടുതൽ, വ്യൂ പോയിൻറ്റുകളാണ് കൂടുതലും കാണാനുള്ളത്. കുരിശുമല, തങ്ങൾപ്പാറ, അങ്ങനത്തെ സ്ഥലങ്ങളാണ്. നമ്മൾ കുരിശുമലയൊക്കെ വാഗമൺ നമ്മളെ റൂട്ടിൽ തന്നെ നമുക്ക് കാണാം. കൂടുതൽ അങ്ങോട്ട് തോനെ ദൂരം യാത്രകളൊന്നുമില്ല. വാഗമൺ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കുറഞ്ഞ ദൂരങ്ങളിൽ നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷനും നമുക്ക് കിട്ടും. ഇത് നമുക്ക് കുരിശുമലയ്ക്ക് പോകുന്ന റോഡാണ്. അത് കഴിഞ്ഞ് നമ്മളെ ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരു 1 കിലോമീറ്റർ വലത്തോട്ട് കട്ട് ചെയ്താൽ നമുക്ക് വാഗമൺ തങ്ങൾപ്പാറ കിട്ടും. നമ്മൾ കുരിശുമല അങ്ങോട്ട് പോയി കൂടുതൽ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല. കുരിശുമല കയറാൻ ഞങ്ങൾ നിന്നിട്ടില്ല. അവിടുന്ന് പിന്നെ ജീപ്പ് ട്രക്കിംഗ് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ വെയിൽ കാഠിന്യം കൊണ്ട് നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിച്ചത്.
കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ നമ്മൾ പിന്നെ വാഗമണിലെ തങ്ങൾപ്പാറ ഡെസ്റ്റിനേഷനിലേക്കാണ് ഞങ്ങൾ പോയത്. തങ്ങൾപ്പാറ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ കയറി ചെന്നു. ഇവിടെ നമുക്ക് പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഫീസ് ഉണ്ട് 30 രൂപ. പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ, എൻട്രി ഫീ ആയിട്ടൊന്നും കൊടുക്കണ്ട. പാർക്കിംഗ് ഫീസ് 30 രൂപയാണ്. നമ്മൾ കാറായതുകൊണ്ട് നമുക്ക് 30 രൂപയാണ് വന്നത്. അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറ കാണാൻ വേണ്ടി അങ്ങോട്ട് മുന്നോട്ട് നടന്ന് ഒരു പാറ ഏകദേശം ഒരു അര കിലോമീറ്ററോളം നടന്ന് കയറി പോവാണ്ട് കേട്ടോ. അങ്ങോട്ട് കുത്തനുള്ളൊരു കയറ്റാണ്. തങ്ങൾപ്പാറൻ്റെ ആ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. ആ കുന്നിൻ ചെരുവുകൾ കാണാനുള്ളൊരു വ്യൂ ആണ് മൊത്തത്തിൽ വരുന്നത്. വാഗമണിൻ്റെ ഒരു വ്യൂ മൊത്തം നമുക്ക് കാണാൻ കഴിയും തങ്ങൾപ്പാറൻ്റെ ആ സൈഡിൽ നിന്ന് നമുക്ക്. അത് നല്ലൊരു അടിപൊളി ടൂറിസ്റ്റ് ആൻഡ് പിന്നെ എന്താ പറയുക ഇസ്ലാമികപരമായിട്ടുള്ളൊരു പിന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തങ്ങൾപ്പാറ. അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. മുസ്ലിംസിൻ്റെ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക്. തങ്ങൾപ്പാറയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. ഞങ്ങളിനി വാഗമണിൻ്റെ പൈൻ വാലി മെയിൻ അട്രാക്ഷനായ പൈൻ മരങ്ങൾ കാണാൻ വേണ്ടിയുള്ള അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അതും നമുക്ക് പോണ റൂട്ടിൽ തന്നെയാണ്, അങ്ങോട്ട് തെറ്റിപ്പോകാനൊന്നുമില്ല. വാഗമൺ പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ സൈൻ ബോർഡുകൾ കാണാം. അങ്ങനെ നമ്മൾ പിന്നെ തങ്ങൾപ്പാറയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. തങ്ങൾപ്പാറയ്ക്കുള്ള റോഡ് കുറച്ചൊരു പിന്നെ റോഡൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാഗമൺ പൈൻ വാലിയിലെത്തി. കാറ് പാർക്ക് ചെയ്തു. അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്ന് വരികയാണ്. പല കച്ചവടക്കാരുണ്ട്. പാവകളും ബൊമ്മകളും കണ്ണടയും അല്ലാത്തതും കഴിക്കാനുള്ളതും ഒക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുക കേട്ടോ. കച്ചവടമൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് ഉള്ളോട്ട് നടക്കാണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് വരുന്നുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി പൈൻ മരങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം നല്ല ഫോട്ടോ എടുത്തിരുന്നവരുണ്ട് കേട്ടോ. അവിടെ ഫ്രെയിമിനൊക്കെ നല്ല റേറ്റാണ്, 2000 ഒക്കെ ചോദിക്കുന്നത് ഒരു ഫ്രെയിമിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. അവിടുത്തെ ഒരു ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിച്ചു. ബിരിയാണിയും സാദാ ചോറും ഞങ്ങൾ വാങ്ങി. എന്താ പറയുക, പറ്റ മോശമായിരുന്നു ഫുഡ്. ഏതായാലും നിങ്ങൾ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ ആരും മെനക്കെടണ്ട. വളരെ മോശം ഫുഡായിരുന്നു. ബിരിയാണിയിലെ കുറേ എസൻസൊക്കെ വാരിയിട്ട്, ചോറിനാണെങ്കിൽ കറികളൊക്കെ വളരെ ഡേഞ്ചറായിരുന്നു. ഞങ്ങൾ 2 ആൾ ചോറായി വാങ്ങിയ, കുട്ടികൾക്ക് ബിരിയാണിയായി വാങ്ങിയിരുന്നു. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ നമ്മൾ ഈ ചാർലി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൊരു വീടും ഒരു ലേക്കും ഉണ്ടല്ലോ, ആ ടീ ലേക്ക് വ്യൂ പോയിൻ്റ് എന്നാണ് അങ്ങോട്ട് പറയൽ. ടീ ലേക്കിൻ്റെ ബോട്ടിങ് കാര്യങ്ങൾ ഇവിടെ ചെറിയ റേറ്റുള്ളൂ കേട്ടോ. ബോട്ടിങ്ങിന് എനിക്ക് തോന്നുന്നു 200 രൂപ അങ്ങനെ ചാർജ് വരുന്നുള്ളൂ. ആ പാലത്തിൽ കയറാൻ 50 രൂപയാണ് എക്സ്ട്രാ വരുന്നത്. പക്ഷെ ബോട്ടിങ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പാലത്തിൽ കയറാൻ ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ പിന്നെ ബോട്ടിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 50 രൂപ പാലത്തിൽ കയറാൻ കൊടുക്കണം. ബോട്ടിങ് നമ്മൾ 4 ആൾക്ക് ഒരു ബോട്ടിങ് എടുത്താൽ 4 ആൾക്ക് സുഖമായിട്ട് പോകും. ആ പാലത്തിൽ നമുക്ക് കയറുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ബോട്ടിങ് ഞങ്ങൾ പെഡൽ ബോട്ടായി വിചാരിച്ചത്. പെഡൽ ബോട്ട് ചെറിയ മോളിലായതുകൊണ്ട് കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ തൊഴിഞ്ഞ് പോകാനുള്ള ബോട്ട് എടുത്തു. 4 ആൾ, ഞാനും വൈഫും മക്കളൊക്കെ തൊയ്യാൻ തുടങ്ങി. ആ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളങ്ങനെ. പക്ഷെ നല്ല വെയിലാട്ടോ. പക്ഷേ ചൂടില്ല എന്നാലും. പക്ഷേ ക്യാമറക്കൊക്കെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ വരുന്നുണ്ട്. ഭയങ്കര വെയിൽ വെച്ചാൽ നല്ല 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 ചൂടുണ്ട്.
അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് ആമ്പൽപ്പൂക്കളൊക്കെ വിരിഞ്ഞെടുക്കുന്നുണ്ട്, അങ്ങോട്ടേക്കൊക്കെ പോയി. ആദ്യം കുറച്ച് നേരം ഞങ്ങൾ തപ്പിക്കളിച്ചു, വണ്ടി ഞങ്ങളിട്ട് ചുറ്റിച്ചു, ഒന്ന് കറങ്ങിപ്പോയി. തോണി ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടേ നിന്ന്, തൊയ്യാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് തുഴച്ചിലല്ലല്ലോ പണി. കുറഞ്ഞ നേരം ഞങ്ങൾ തുഴഞ്ഞു. പിന്നെ ഏകദേശം അതിൻ്റെ ഐഡിയ കിട്ടി. ഞങ്ങളിങ്ങനെ തുഴഞ്ഞ് പോയി. ഞങ്ങൾ അമ്പൽപ്പാടത്തിൻ്റെ അടുത്തൊക്കെ എത്തി. മോളും തൊയ്യുന്നുണ്ട്, വൈഫ് തുഴഞ്ഞു, മോനുമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ തുഴഞ്ഞ് ഞങ്ങൾ ഏകദേശം ആമ്പലൊക്കെ കാണാൻ വേണ്ടി അങ്ങ് എത്തി. അക്കരക്ക് എത്തി. ഞങ്ങൾ ആമ്പലൊക്കെ കണ്ടു. ഞങ്ങൾ അവിടെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് തന്നെ പോരണം. അതിനുള്ള പരിപാടിയിലാണ്. തിരിയേണ്ട അവിടുന്ന്, തോണി തിരിഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ സ്റ്റാരിങ് തിരിച്ചാൽ പോരല്ലോ, തുഴച്ച് തന്നെ തിരിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഏകദേശം അങ്ങനെ കുറേ തിരിഞ്ഞ് കറങ്ങി കളിച്ചൊക്കെ 20 മിനിറ്റായിട്ട് നമുക്ക് ടൈം എന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് എത്തിക്കൊള്ളുന്ന ഫൈനൊന്നുമില്ല, വേറെ എക്സ്ട്രാ ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇനി നമ്മൾ നേരെ പിന്നെ വാഗമൺ നമ്മൾ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്കുള്ള വഴിയാണ്. ഞങ്ങൾ പോണത് പുള്ളിക്കാനം വഴിയാണ്. കാഞ്ഞൂർ പുള്ളിക്കാന റോട്ടിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ നമ്മളെ നേരെ മുമ്പിലായിട്ട് KSRTC ഉണ്ട്. KSRTC തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ പോണത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അങ്ങനെ ഒടിച്ചടിച്ച് ഇങ്ങനെ പോണത് കാണാൻ ഞങ്ങളങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ്. പക്ഷേ ഈ റൂട്ട് വളരെ നമ്മളെ ഈ ജോസഫ് കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ടിലാണ്. നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള റോഡാണിത്. ഈ ഒരു 30-30 കിലോമീറ്റർ നമുക്ക് അടിപൊളി നല്ലൊരു വ്യൂ ആണ്. ഈ വ്യൂ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണണം. ഈ റൂട്ടിന് മാക്സിമം വാഗമൺ വരുന്ന പോലെ ഈ റൂട്ടൊന്ന് മാക്സിമം അതിലെങ്ങനെ വരികയും ചെയ്യും. നമുക്ക് എൻട്രൻസ് ഇതിലെങ്ങനെ ആക്കാം, അല്ലെങ്കിൽ പോണ വഴി നമുക്ക് ഇതിലെങ്ങനെ ആക്കാം. ഏതെങ്കിലും ഒരു വഴിക്ക് തൊടുപുഴ ചേരുന്ന റൂട്ടാണിത്. ഞങ്ങൾ വേറെ റൂട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിന് അങ്ങോട്ട് കയറിയിട്ട് അതിലെങ്ങനെയായി വന്നത്. തിരിച്ച് പോകുമ്പോഴാണ് ഞങ്ങൾ ഈ റോഡ് ഞങ്ങൾക്ക് കിട്ടിയത്. കാഞ്ഞൂർ പിന്നെ പുള്ളിക്കാനം റോഡ്, ആ റോഡ് അടിച്ചാൽ നമുക്ക് തൊടുപുഴ എത്തി. നമുക്ക് തൊടുപുഴയിൽ നിന്ന് പിന്നെ എറണാകുളം, അവിടുന്ന് നമുക്ക് തൃശ്ശൂർ, അങ്ങനെ അങ്ങോട്ട് നാട് പിടിച്ച് പോരാന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ വീഡിയോസുകളെല്ലാം എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ മുമ്പുള്ള നമ്മളെ ഹൈദരാബാദ് വീഡിയോസ്, അങ്ങനെ ഒട്ടനവധി വീഡിയോസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.